ഞങ്ങളൊക്കെ ആരാ ഏട്ടാ? ഞാൻ ടൊമാറ്റോ കെച്ചപ്പും ഇവൾ ഡാർക്ക് സോയ സോസും. ഇന്ന് ഞങ്ങൾക്കൊരു കൂട്ടം കഥ പറയാനുണ്ട്. സത്യത്തിൽ ഞങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനാണ്. ഈ ചില്ലി ചിക്കൻ എന്ന് പേരിട്ടിട്ട് സോസ് എന്തിനാണ് കോരി ഒഴിക്കുന്നത് എനിക്കിപ്പോഴും അറിയില്ല. വെൽക്കം ടു ഡോക്ടർ വയലറ്റ് ഫ്രൻസസ് യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് കാര്യമായിട്ട് തള്ളാനുണ്ട്. തള്ളിന് ബെസ്റ്റ് പുട്ടാണല്ലോ, അപ്പം നമുക്കിന്ന് പുട്ടും പഴവും ചേർത്ത് കഴിക്കാം. പുട്ടെടുക്കുക, പഴം വെക്കുക, ടിങ്, പുട്ടും പഴവും റെഡി. കൂടെ ഒരു ഡീടോക്സ് ഡ്രിങ്കും കൂടി ആയാലോ. ഇതിൽ ഞാൻ ഇഞ്ചി, ഗ്രീൻ ടീ, കുറച്ച് ജീരകം, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് പണ്ടപ്പോഴോ കോളേജിൽ മിസ്റ്റർക്കാരുടെ ഏതോ ഒരു ഗേൾ ഫ്രണ്ട് കൊടുത്ത കപ്പാണെന്നാണ് കേട്ടറിവ്. ഏതോ ഫ്രണ്ട്സാണ് കേട്ടോ, എനിക്കറിയില്ല. എന്തായാലും ആ കപ്പ് ഞാനങ്ങ് എടുക്കുന്നു ഗോപാലൻ. അങ്ങനെ ഞാൻ അതിലേക്ക് എൻ്റെ ഡീടോക്സ് ഡ്രിങ്ക് ഒക്കെ ഒഴിച്ചു അങ്ങോട്ട് കഴിക്കാം. കഥ പറയാൻ സമയമില്ല, നമുക്ക് പരിപാടി തുടങ്ങണ്ടേ. ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തലേന്ന് നമ്മൾ ചില്ലി ചിക്കന് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പീസസ് ആയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചു. പക്ഷേ കുഞ്ഞ് പീസസ് ഒന്നും അല്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അത് കുഞ്ഞു കുഞ്ഞു പീസാക്കാനൊന്നും പോയില്ല, ലാവിഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ചിക്കന് മസാല പുരട്ടി വെക്കാം. ആദ്യമായിട്ട് കല്ലുപ്പാണ് കേട്ടോ, ഇവിടെ കല്ലുപ്പിൻ്റെ നീരാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്, മറ്റേ നോർമൽ ഉപ്പ് യൂസ് ചെയ്യാറില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരുമിച്ച് ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി അത്യാവശ്യത്തിന് അവനവൻ്റെ എരിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് പൊടിയാണ് ചില്ലി ചിക്കൻ ഒരു കുറച്ചൊരു അടിപൊളി ഒരു ടേസ്റ്റ് തരുന്ന സംഭവം. അതിനുശേഷം ഒരു പകുതി നാരങ്ങാനീര് കുരുവൊക്കെ മാറ്റിയിട്ട് പിഴിഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വിനാഗിരി, ഇങ്ങനെ വട്ടത്തിൽ കുറച്ച് മതി. എനിക്ക് വിനാഗിരി അത്ര വലിയ ഇതല്ല, പക്ഷെ എന്നാലും കുറച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യണമെന്നില്ല, മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സോയാ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഞാൻ ഈ ഫാഷൻ സ്പൂൺ വെച്ചൊന്നുമല്ല കേട്ടോ മിക്സ് ചെയ്യുന്നത്, കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനുള്ള ഗ്രേവി ഇല്ലേ, നമ്മുടെ ചില്ലി ചിക്കൻ്റെ മെയിൻ സംഭവം ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോയാ സോസ്, അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസ്. ഇത് രണ്ടുമാണ്, സോസാണല്ലോ ചില്ലി ചിക്കൻ്റെ മെയിൻ സംഭവം. പിന്നെ അതിനകത്തും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം, എരിക്കനുസരിച്ച്. കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ ഒരു ടേസ്റ്റ് വരണമല്ലോ. കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കുത്തുന്ന ടേസ്റ്റ് വരും കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മീൻസ് ആ ഒരു ഗ്രേവി പരുവത്തിൽ നല്ല രീതിയിൽ കുറച്ച് ഡാർക്കായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ളത് കിട്ടും. കാരണം എന്തായാലും നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തിട്ടൊന്ന് വേവിക്കേണ്ടതാണ്. പൊടി ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് കിടക്കാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കാം കേട്ടോ. പൊടി ചേർക്കുന്ന കണ്ടിട്ട് ആരും പേടിക്കേണ്ട, ഞാൻ ഫിറോസ് ചുറ്റുപാറയുടെ കൂട്ടാണ് പൊടിയിടുന്നതാണ് അമ്മ കളിയാക്കാറുള്ളത്. പിന്നെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് എൻ്റെ ചേരുവകളൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ആവാറുണ്ട്. ഇന്ന് ഞാൻ പുട്ടാണ് കഴിച്ചത് ഗൈസ്, അതുകൊണ്ട് ഇച്ചിരി തള്ളു കൂടുതലാണ് കേട്ടോ. ഇനി നമ്മുടെ പരിപാടി, ഞാൻ നേരത്തെ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് പറഞ്ഞാൽ അങ്ങനെ പെർഫെക്റ്റ് ഫ്രൈഡ് റൈസ് ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മന്തിയുടെ റൈസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ റൈസ് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ആ വലിയ റൈസ് വെച്ചിട്ട് തന്നെ കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ, ക്യാരറ്റ്, ബീൻസ്, അതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചില്ലി ചിക്കന് സവാളയും ക്യാപ്സിക്കോ. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് റൈസ് കേട്ടോ. ഞാൻ റൈസ് ഓൾറെഡി വേവിച്ചിട്ടുണ്ട്, ഒന്ന് കുറച്ച് ഫ്രൈ ആയിട്ട്. ഇത് കറക്റ്റ് ആ ഫ്രൈഡ് റൈസിൻ്റെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. റൈസ് കുഞ്ഞ് റൈസ് ഫ്രൈഡ് റൈസിൻ്റെ അല്ല ഞാൻ എടുക്കുന്നത്, ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ ഈ മസാല പുരട്ടി വെച്ച ചിക്കൻ ആക്ച്വലി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് ചില്ലി ചിക്കനകത്ത് കിടക്കുന്ന കണ്ടിട്ടില്ലേ ആ ചിക്കൻ പീസൊക്കെ, അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഈ മിക്സ് ചെയ്ത് വെച്ച സാധനത്തിനകത്തോട്ട് വറുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യുക. ഇന്ന് ഞാൻ ഇതിന് മുന്നത്തൊരു വ്ളോഗിലാണ് എനിക്ക് ചില്ലി ചിക്കൻ കഴിക്കാൻ തോന്നുന്നു ഗൈസ് എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയത്. അപ്പം ഞാൻ ഈ കോൺഫ്ലവർ വാങ്ങിക്കുന്ന വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ അങ്ങനെ ഭയങ്കര എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. എനിക്ക് കുറച്ച് ലിമിറ്റഡ് എണ്ണയിലെ സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ളൂ. കുറച്ചൊരു ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ഒന്നും അല്ല, എന്നാലും എണ്ണയൊക്കെ ഞാൻ വളരെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ നോർമലി. അപ്പം നമുക്ക് കുറച്ച് എണ്ണയിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഈ കോൺഫ്ലോർ ഇടുന്നതിൻ്റേതായ ഒരു ഇതിൽ ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ ആ ഒരു അതിങ്ങനെ പൊരിഞ്ഞൊക്കെ ആ ഒരു മാവിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒറ്റയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചില്ലി ചിക്കനായിട്ട് കറിക്കകത്ത് കഴിക്കുന്നതിനെക്കാട്ടിൽ ഭയങ്കര ടേസ്റ്റാണത്. വീഡിയോ എടുത്തു തരാൻ തന്നെ ആരുമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ലെഫ്റ്റ് കയ്യിൽ
പ്രോ ആയിട്ട് ഇതാ കോരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ, കുറച്ച് സൂക്ഷിക്കണം. ഇങ്ങനെ താഴെ മുട്ടാണ്ടാട്ടോ ഞാനിത് എടുക്കുന്നത്, കാരണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം നോൺ സ്റ്റിക്കിന് പ്രശ്നമാവും. സ്റ്റീലിൻ്റെ സ്പൂണൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് വന്ന് കാണും. പക്ഷേ ഈ എണ്ണയുടെ ഇതൊന്ന് കളയാൻ വേണ്ടിയിട്ട് തടിയുടെ സ്പൂൺ ഇടാൻ അങ്ങനത്തെ ഒരു ഷേപ്പിലെ തടിയുടെ സ്പൂൺ ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാനിപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ചിക്കൻ നമുക്ക് ഓൾറെഡി കുറച്ചാണ്, ഞാനിത് കുറച്ച് ചിക്കനെ വെച്ചിട്ടുള്ളൂ, അത് നമുക്ക് കോരിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ബാച്ച് ഓഫ് ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബാച്ച് ഓഫ് ചിക്കനും കൂടി വറുത്തെടുക്കാം. അങ്ങനെ അടുത്ത ബാച്ച് ഓഫ് ചിക്കനും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കൂടുതൽ മാവിൻ്റെ ഒരു അംശമുണ്ട്, ബിക്കോസ് ലാസ്റ്റത്തെ ആ ഒരു ഇതും കൂടെ ഞാൻ അങ്ങ് ഒഴിച്ചു. എന്തായാലും നമ്മളല്ലേ കഴിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് കിടക്കാം. ഈ ഫ്രൈഡ് റൈസ് സത്യത്തിൽ ഒരു തട്ടിക്കൂട് ഫ്രൈഡ് റൈസാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് ഒന്നുമല്ല കേട്ടോ, ജസ്റ്റ് നോർമൽ ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസ് പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ മുട്ടയില്ല ഗൈസ്. പിന്നെ ഞാൻ മിസ്റ്റർ കാരേട്ടനെ വിട്ട് കഷ്ടമുണ്ട്, ഒരു 2 മുട്ട താഴത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് മുട്ടയ്ക്ക് വിട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല സെറ്റായി കേട്ടോ, നല്ല ടേസ്റ്റായിട്ട് സെറ്റായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റി, അതിനുശേഷം നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം, ഇത് രണ്ടേ ഉള്ളൂ, ഇത് രണ്ടും ഇട്ട് കുറച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി നേരത്തെ വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ, ആ സോസ് അങ്ങോട്ട് ഒഴിക്കുക. സൈഡിൽ കൂടെ നമ്മുടെ ഫ്രൈഡ് റൈസിനെയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഇതാ ഞാൻ ഓടിക്കൊണ്ടുവന്ന ആ 2 മുട്ടയല്ല, ഒരു 5 മുട്ട വാങ്ങിച്ചു, എന്നാലും 2 മുട്ട മതി. 2 മുട്ട ഇട്ടൊന്ന് ചിക്കാം എന്ന് വിചാരിച്ചു. അതിനു വേണ്ടി മുട്ട പൊട്ടിച്ചൊഴിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുമ്പം ഇവിടെ കല്യാണം, ഇവിടെ പാല് കാച്ചി, ഇവിടെ കല്യാണം, ഇവിടെ പാല് കാച്ചി, അതാണ് അവസ്ഥ. ഇവിടെ ചിക്കൻ ഫ്രൈ. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പൈനാപ്പിളൊക്കെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, ഓൾമോസ്റ്റ് റെഡിയാണ്. ആക്ച്വലി വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ ചില്ലി ചിക്കൻ. നമ്മൾ എന്തോരം കാശ് കൊടുത്താണ് കടയിൽ നിന്ന് ചില്ലി ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കുന്നതെന്ന് ആലോചിക്കുമ്പം ഇത്രയും ബൾക്കായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വെക്കാവുന്നൊരു സാധനമാണ്. അങ്ങനെ ഞാൻ കുറച്ച് പൈനാപ്പിൾ സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് സാലഡും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ഞാൻ മാറ്റി വെച്ചു, കാരണം ഒരു കൊതിക്ക് അല്ലാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ഈ വീഡിയോ ആക്ച്വലി എനിക്ക് ചില്ലി ചിക്കൻ കഴിക്കാൻ ഒരു യാക്കം തോന്നിയപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളൊരു ചലഞ്ച് എന്നോട് തന്നെ വെച്ച് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ ഈ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിളാണ്. ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും. അപ്പോൾ കഴിച്ചിട്ട് വരാം. ബൈ.